ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നൊരു അടിപൊളി തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊക്കെ വരില്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബിരിയാണി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 3 സവാള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് അങ്ങനെ ഇതളുകളൊക്കെ അടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു 3 സവാള അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയുടെ ഇലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമസാലയാണ് ചേർക്കുക. അതിനായിട്ട് 2 ബൾബ് വെളുത്തുള്ളി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അത് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണേ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഉള്ളി ഒന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഡാൽഡയോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുള്ളവർ അങ്ങനെ എടുത്തിട്ട് അതിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. ഡാൽഡ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഒരു ബിരിയാണി വെക്കുമ്പോഴും ഞാൻ ഡാൽഡ ഒന്നും ഉപയോഗിക്കാറില്ല. ഉള്ളി ഇതുപോലെ ഒരുപാട് ഇടാതെ കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ തോനെ ഉള്ളി ഇട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ തോനെ ഓയിലും ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി കുറേശ്ശെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോഴാവും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. കളർ ഇതുപോലെ ഒരുപാട് നല്ലോണം ഡാർക്ക് ആവുന്നതിന് മുമ്പ് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു ട്രിപ്പ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഉള്ളി ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി പൊരിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിയിടാതെ ഒരു പ്ലേറ്റിലേക്ക് തന്നെ പരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ ഞാനിതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്ത് കോരുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കളർ ചേഞ്ചായി അതങ്ങനെ കോരി മാറ്റാം. ഒക്കെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അണ്ടിപ്പരിപ്പിനും മുന്തിരിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വീർത്ത് വരും, പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അപ്പോൾ വീർത്ത് വന്ന ഉടനെ തന്നെ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ആ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുത്ത് കോരിയതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണ് നിങ്ങളുടെ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. 3 സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ ആ പച്ച മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമസാല നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ പോയി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാലപ്പൊടി ഇല്ലാത്തവർ 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം വരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ മസാലയും ചിക്കനും കൂടി ഒന്നങ്ങ് യോജിച്ച് വരുന്ന വിധത്തിൽ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കുക.
ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അടി പിടിക്കാതെയും കരിയാതെയൊക്കെ ശ്രദ്ധിക്കണം. ഇടയിൽ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറക്കരുത്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കുകയും ചെയ്യരുത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. 10 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1/4 കപ്പ് തൈരും, പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയിലേക്ക് ഈ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തൈരും നാരങ്ങ നീരും അതുപോലെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മല്ലിയില പുതിനയില ഇതെല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. ആ സമയത്ത് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, വെള്ളം കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മൂടി തുറന്ന് വെച്ചിട്ട് അതിലത്തെ വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 10-15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയ സമയത്ത് അതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുക്കുക. കുറച്ചവിടെ മാറ്റി വെക്കണം. നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റി വെച്ചിട്ട് ഒരു 1/4 ഭാഗം സവാള ഇതുപോലെ എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാല നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി റൈസ് തയ്യാറാക്കുക. അതിനായിട്ട് ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ബിരിയാണിക്ക് എടുക്കേണ്ടതും കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റും മണമൊക്കെ ഉള്ളത് ആ റൈസിനാണ്. ആ റൈസ് തന്നെ എടുക്കുക. അത് കഴുകി വെള്ളം വാരാനായിട്ട് ഊറ്റി മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ റൈസ് തയ്യാറാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളതിന് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. 2 ബേ ലീഫ്, 2 ഏലക്കായ, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പു, തക്കോലം, ഒരു കഷ്ണം പട്ട, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒന്നങ്ങ് വറുത്തെടുക്കണം. എന്നാൽ ഒരുപാട് നേരിട്ട് വറക്കൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മളിത് കൈയ്യെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് നെയ്യിൻ്റെ അളവ് കൂട്ടിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. റൈസിന് നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, പശുവിൻ നെയ്യിൽ. അരി അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 4 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 4 കപ്പിന് 8 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന അരിയുടെ ഇതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. അരി പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കണം. അപ്പോഴാണ് റൈസ് ശരിക്കൊന്ന് വെന്ത് വരിക കേട്ടോ. ഞാനിതപ്പോൾ 15 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ റൈസ് തന്നെ ആകുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മൂടി തുറന്ന സമയത്ത് നല്ലൊരു മണം തന്നെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു പഴയ തട്ട് വെച്ചിട്ട് ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയ പാത്രം അതിൻ്റെ മേലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ചിക്കൻ്റെ മുകളിലാണ് ദമ്മിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിലാണെങ്കിൽ ആ പാത്രത്തിലേക്ക് ഈ ചിക്കൻ്റെ മസാല മാറ്റി കൊടുക്കണേ. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ആയതുകൊണ്ടാണ് ആ പാത്രം കയറ്റി വെച്ചത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിരത്തി എടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് റോസ് വാട്ടറാണ്. റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഉള്ളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. മുന്തിരി കുറച്ച് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കുക.
ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാലയുടെ പൊടി കൂടി ഇതുപോലെ തൂവി കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ബിരിയാണി മസാലപ്പൊടി ഇല്ലാത്തവർ ഗരം മസാലപ്പൊടി ഉപയോഗിച്ചാലും മതി. പക്ഷേ നല്ല രീതിയിലുള്ള ഗരം മസാലപ്പൊടി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് മഞ്ഞ കളർ ആവണ്ടെന്ന് വിചാരിച്ച് വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് വീണ്ടും ഉള്ളി പൊരിച്ചത് അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാം കേട്ടോ. വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ഉള്ളി പൊരിച്ചതൊന്നും ഇടാറില്ല. കാരണം മക്കൾക്ക് അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുമ്പോഴുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക, മുന്തിരി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി കൂടി തൂവി കൊടുക്കണം കേട്ടോ. ഇത്രയും ചെയ്ത ശേഷം ഇനി ഇത് നമുക്ക് ആവി പോവാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെക്കണം. അപ്പം ഞാനത് ആ പാത്രത്തിൻ്റെ ലിഡ് കൊണ്ടല്ല മൂടി വെക്കുന്നത്, വേറൊരു പാത്രത്തിൻ്റെ മൂടി കൊണ്ടാണ് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലെ വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ ദം ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് നേരം ദം ചെയ്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂടി തുറന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അടിപൊളി മണമായിരുന്നു. ഇത് കാണാനുള്ള ഈ ഭംഗി പോലെ തന്നെ ആയിരുന്നു കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുകളിലത്തെ റൈസ് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അടിയിലത്തെ മസാലയും ചിക്കനും കൂടെ എടുത്തിട്ട് ആദ്യം പ്ലേറ്റിലേക്ക് വെക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലേക്ക് റൈസ് വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇതിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പെരുന്നാൾക്ക് ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നവർ ഈ തലശ്ശേരി ദം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.